സാറിനെ കാണണമെന്നത് ഞങ്ങളുടെ അതിയായ ആഗ്രഹമായിരുന്നു. തോട്ടം തൊഴിലാളികളായ സ്ത്രീകൾ VD സതീശനെ വളഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് ഇന്ന് കുറ്റ്യാടിയിൽ പുതുയുഗ യാത്രയിൽ കണ്ടത്. എന്തുകൊണ്ട് ഈ പേരിട്ടു എന്ന് സതീശന്റെ യാത്രകളിലെ ജനങ്ങളെ കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിന്റെ വികസന ഗ്രാഫ് എങ്ങോട്ടാണ് എന്ന് ചോദിച്ചാൽ ഗജനാവിൽ പൂച്ചപ്പെട്ട് കിടക്കുമ്പോൾ അത് കുത്തനെ താഴോട്ടാകുമ്പോൾ സമൂഹത്തിന്റെ നാനാതുറകളിലുമുള്ള ജനത സതീശനെ നോക്കി പറയുകയാണ്, ഇനി മന്ത്രിയായിട്ടേ വരാവൂ എന്ന്. എങ്കിലേ ഞങ്ങളുടെ അവസ്ഥകൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിന് ഒരു പരിഹാരം ഉണ്ടാകൂ എന്ന്. ഇല്ലെങ്കിൽ ഇപ്പോൾ പ്രഖ്യാപിച്ച ഈ 1000 രൂപ പോലും അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരികയാണെന്ന് പറയുന്നുണ്ട്. എങ്കിൽ മാത്രമേ ബാക്കി സർവീസ് കൂടി ഇവർ കൊടുക്കുകയുള്ളൂ. ഈ തട്ടിപ്പിന് ഒരു അറുതി വരുത്തണം സാറേ. ഈ സമയം നിങ്ങളുടെ എല്ലാ അവസ്ഥയും ഞാൻ നിങ്ങൾ പറയാതെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് സതീശൻ പറയുന്നുണ്ട്. ബോണസ് അടക്കം നിങ്ങളുടെ 5 ആവശ്യങ്ങളും എനിക്കറിയാം എന്ന് സതീശൻ വിരലിലെണ്ണി അവിടെ തന്നെ വളഞ്ഞു ചുറ്റിയവരോട് പറയുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ആ രംഗങ്ങൾ ഒന്ന് കാണാം. അപ്പൊ ശരിയാ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പരിഹരിക്കണം. ഇലക്ഷൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മന്ത്രിയായിട്ട് വരണം. ഞങ്ങൾ സാറെ കാണണമെന്ന് ഞങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കാര്യങ്ങള് നല്ല ധാരണയിൽ തന്നെ എത്തിപ്പെടണം. ഞങ്ങൾ സമയമാണ് ഞങ്ങള് പറയാതെ നിങ്ങളുടെ കാര്യം എപ്പോഴും പറയണ ആളാ. ഞാൻ പണ്ടുപോലെ ഈ ലയങ്ങളിലൊക്കെ കണ്ടിട്ട് ഭയങ്കര സങ്കടം വന്നിട്ടുള്ള ഒരാളാണ്. 2021 ഞങ്ങളെ ഒന്നും കൂടി പറഞ്ഞിട്ട് പോവാ. ഒന്ന് മിനിമം വേജിന്റെ കാര്യം, 2 സമയ ക്രമീകരണത്തിന്റെ കാര്യം, 2 ഈ ബോണസിന്റെ കാര്യം, അതിൽ ലയങ്ങളുടെ കാര്യം, പിന്നെ ചികിത്സയുടെ 5 കാര്യം. ബോണസിന്റെ കാര്യമാണ് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി മന്ത്രിയായിട്ട് ഞങ്ങളെ മുന്നിൽ കാണണം. കൂലിന്റെ കാര്യം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഞങ്ങളെ മുന്നിൽ ആദ്യമായി കാണേണ്ടതാണ്. എല്ലാ സാധനത്തിന്റെ വില ഒക്കെ നമുക്ക് അറിയണല്ലേ. PLC കൂടാതെ ചിലപ്പോ എന്താ അറിയാ, അത് ചിലപ്പോ ഈ ഇലക്ഷൻ ആയതുകൊണ്ട് ഇടക്കാലാശ്വാസം പറയാം. ഇടക്കാലാശ്വാസം ഞങ്ങൾക്ക് വേണ്ട. ആ 1000 ഉറുപ്പ തന്നത് തിരിച്ചു കൊണ്ടുപോയി കൊടുത്തിട്ടാണ് ഇപ്പൊ റിട്ടയർഡ് ആയ ആൾക്കാരെ സർവീസ് കിട്ടണമെങ്കിൽ ഈ 1000 ഉറുപ്പയുടെ കൊണ്ടുപോയി കൊടുക്കണം. അങ്ങനത്തെ തട്ടിപ്പ് അന്ന് ചെറിയ പ്രശ്നം വന്നപ്പോ ഈ ഓണത്തിന് ആനുകൂല്യം ഇല്ലാത്തപ്പോ ഒരു ഇടക്കാല ആശ്വാസമായിട്ട് ചെറിയ പൈസ കൊടുത്തു. അതേ മറിച്ച് തിരിച്ചു കൊടുക്കാൻ എന്തൊരു മര്യാദ. വേറൊരു ചെറിയ പ്രശ്നം, HML 290 സർവേ നമ്പറിലെ ഈ ലൈഫിന്റെ ഭവനങ്ങളൊന്നും കിട്ടാത്തൊരു HML സ്റ്റേ, അത് ലൈഫായിട്ട് ഇത് മിക്സ് ചെയ്തോണ്ടാണ് അത് നമുക്ക് മാറ്റാതെ. ഞാനത് നോക്കിയിട്ടുണ്ട്. ഞാൻ ആ ലൈഫായിട്ട് അത് മിക്സ് ചെയ്തോണ്ടാണ്. ലൈഫായിട്ട് മിക്സ് ചെയ്താൽ ഒരിക്കലും കിട്ടില്ല വീട്, ഒരിക്കലും കിട്ടില്ല. അത് പ്രത്യേക ഭവന പദ്ധതിയെ പറ്റുള്ളൂ. ലൈഫായിട്ട് കൂട്ടിയാൽ നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നത്? ഈ പഞ്ചായത്ത് ഇപ്പോൾ % നടക്കുക. നിങ്ങൾക്ക് 200 പേർക്ക് വീട് ആകെ 5 കൊല്ലം അത്രയൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ ഒരു പഞ്ചായത്തിൽ. അത് നമുക്ക് നോക്കാം കേട്ടോ. അതിൽ നിന്ന് മാറ്റണത് അത് പ്രത്യേക ഭവന പദ്ധതിയാകും. നിങ്ങളെ മനസ്സിലുണ്ടാവണം. ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ പൂവിനെ കുറിച്ച് പറയണം. ആ